ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പാരൻസിനോടാണ് ഒരു കാര്യം പറയുന്നത്. എന്നെ ഉൾപ്പെടെ എന്നോട് കൂടെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടികളോട് പറയൂലേ, പക്ഷെ ചെറുപ്പത്തിലൊന്നും പറയൂല കേട്ടോ. കുട്ടികൾ അത്യാവശ്യം വലുതായി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് അങ്ങനെ ചെയ്തതെന്ന്, ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തതെന്ന്, അത് വാങ്ങിത്തന്ന്, ഇത് വാങ്ങിത്തന്ന്, നിന്നെ ഞാൻ അങ്ങനെ നോക്കി എന്നൊക്കെ പറയും അല്ലേ? എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ പാരന്റ്സ്? നമ്മുടെ കുട്ടികളെ, നമ്മളൊരു കുട്ടി ഉണ്ടായി, നമുക്ക് ആ കുട്ടികൾ ഭയങ്കര രസമായിരിക്കല്ലോ. നമ്മൾ കുഞ്ഞ് ബേബിയായി ഉണ്ടായി അന്ന് മുതലേ നമ്മൾ ഓരോ സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും, ടോയ് വാങ്ങിക്കൊടുക്കും, അത് വാങ്ങിക്കൊടുക്കും, ഇത് വാങ്ങിക്കൊടുക്കും എന്നൊക്കെ ചെയ്യൂലേ. ഒന്നാം ബർത്ത്ഡേ ഒക്കെ ഭയങ്കര സൂപ്പറായിട്ടായിരിക്കും നമ്മൾ ആഘോഷിക്കുക. 1, 2, 3. പിന്നെ ആർക്ക് അത്യാവശ്യം ഏജ് ആവുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചെറുതാക്കും. ബർത്ത്ഡേ ഒക്കെ ചെറിയ സെലിബ്രേഷൻ ആയിരിക്കും, വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ ചെയ്യില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ചെറിയ കുഞ്ഞ് ബേബി ആയ സമയത്ത് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് അന്ന് ഈ കുട്ടികൾക്കത് ആ കുട്ടികളെ ഇഷ്ടത്തിനാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലല്ലോ, അല്ലേ? നമ്മളെ ഇഷ്ടങ്ങള്, നമുക്ക് ഒരു ടോയ് വാങ്ങണം കുഞ്ഞിന്, അപ്പം നമ്മൾ വാങ്ങിക്കൊടുക്കും. കുട്ടി പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്ന നമ്മളെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. ചുരുക്കി ഞാൻ പറഞ്ഞു വരുന്നത്, അന്നൊക്കെ നമ്മൾ ചെയ്തത് നമ്മളെ ഇഷ്ടങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ആ കുട്ടികൾ അത്യാവശ്യം മെച്യൂരിറ്റി എത്തിയിട്ട് അവര് പറയുന്ന സംഭവങ്ങള് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് അത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലേ? അതുവരെയുള്ളത് നമ്മളിഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തത്, നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, നീ അങ്ങനെ ചെയ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മൾ പറയൂലേ. അപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ഏജ് വരെ, അതായത് അത്യാവശ്യം ഒരു മെച്യൂരിറ്റി ഒക്കെ ആവുന്നത് വരെ നമ്മൾ തന്നെ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കണം, ചെയ്തു കൊടുക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ അവർക്ക് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും എല്ലാം ആയി കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ അവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടോ? പിന്നെ നമ്മൾ പാരന്റ്സിനോടാണേ. കുട്ടികൾ വേണേ കണ്ടോ, നിങ്ങളും നാളത്തെ പാരന്റ് ആണല്ലോ. അതായത് നമ്മളും ഈ കുട്ടിയായിട്ടല്ലേ ഇവിടെ എത്തിയേ, അല്ലാതെ നേരെ മാനത്തുനിന്ന് ഇങ്ങ് പൊട്ടി വീണതല്ലോ, അല്ലേ? അപ്പം എന്റെ ഈ അപ്പം കുറച്ച് കൂടുന്നുണ്ട് അല്ലേ, എന്നാ വേണ്ട. അന്ന് നമ്മുടെ പാരന്റ്സ് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു? ഭയങ്കര സന്തോഷാണോ വന്നേ, അല്ലെങ്കിൽ ദേഷ്യാണോ വന്നേ? ചിന്തിക്കും. ആ സംഭവം തന്നെ അല്ലേ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് നമ്മളോട് തോന്നുന്നത്? ചിന്തിച്ചിട്ടുണ്ടാ? പിന്നെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കണം എന്നല്ല പറയുന്നത്. നമ്മള് കുട്ടികൾ പറയുന്ന എല്ലാം ചെയ്യണം എന്നല്ല, പക്ഷെ നമുക്കറിയാത്ത കാര്യങ്ങൾ കുട്ടികൾക്കറിയും, കുട്ടികൾക്കറിയാത്ത കാര്യങ്ങൾ നമുക്കറിയും. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും ഓവർ കൺട്രോളിംഗ് ഒന്നും വേണ്ട. എന്റെ ഉപ്പ ഉണ്ടല്ല, എന്റെ ഉപ്പാക്ക് ഇപ്പോഴും ഞാൻ കുട്ടിയാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഉപ്പാനോട് പറയും, ഉപ്പ എനിക്ക് ഇത്രയും വയസ്സായിട്ടുണ്ട്, ഇത്രയും വയസ്സായിട്ടുണ്ട് എന്ന് പറയും. മൂപ്പർക്ക് അതൊന്നും പ്രശ്നമല്ല, ഇപ്പോഴും ഞാൻ അങ്ങനെയാ. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കും. മൂപ്പര് പറഞ്ഞോട്ടെ അല്ലേ, മൂപ്പര് കുട്ടിയല്ലേ ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ പറയാ, നമ്മൾ ഓവർ കൺട്രോളിംഗ് ഒന്നും ചെയ്യേണ്ടതോ. കുട്ടികളൊക്കെ നല്ല ബുദ്ധിയുള്ള മക്കളാ. അവരെ നമ്മൾ അങ്ങ് ഫ്രീ ആയിട്ട് വിടുക എന്ന് പറയുമ്പോൾ മൊത്തം അങ്ങ് അഴിച്ചു വിടുക എന്നല്ല പറയുന്നത്. അതായത് അവര് ബ്രെയിൻ, അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അവർ സ്വന്തം ചിന്തിക്കട്ടെ, ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. അല്ലാതെ നമ്മൾ നീ ഇത് ചെയ്യടാ, നീ അത് ചെയ്യടാ, നീ മറ്റേത് ചെയ്യടാ എന്ന് പറയുമ്പോൾ ഇവർ ഇങ്ങനെ ഒരു പോക്കാ പോകുന്നത്. ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് ഒരാൾ പറയാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെയാവും. അപ്പോ അവരുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ, അതല്ലേ നല്ലത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കൺട്രോൾ ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ അവർക്ക് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുക. അവരും ഒരു വ്യക്തിയല്ലേ, അല്ലേ? അവർക്കും അവരുടേതായ ചിന്തകളും അവരുടേതായ ഓരോ രീതികളൊക്കെ അല്ലേ. അപ്പൊ അവരങ്ങനെ ചെയ്യട്ടെ, അവർക്ക് അതിനുള്ളൊരു ഫ്രീഡം നമ്മൾ കൊടുക്കുക, അല്ലേ? അപ്പൊ നല്ലതായിരിക്കും. Thank you.